നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നിധിയെയും കുട്ടി സുഭാഷ് ഹോസ്റ്റലിലേക്ക് വരുവാണ്. പിന്നീട് വാർഡൻ ചോദിച്ചു കഴിഞ്ഞപ്പം ഇതെൻ്റെ ചേട്ടൻ അതൊക്കെയാണ് നിധി പരിചയപ്പെടുത്തുന്നത്. ഒടുവിലൊരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. കാരണം ലോക്കൽ ഗാർഡിന് ഒരു ഫോം ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ സുഭാഷ് ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നീട് നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഞാൻ ഈ ബാഗൊക്കെ കൊണ്ട് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ നിധി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സുഭാഷ് ചോദിച്ചു, അല്ല ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ഓക്കെ അല്ലേന്ന് ചോദിച്ചു. ഞാനിവിടെ ഓക്കെ സുഭാഷ് ചേട്ടാ, ഇനി സുഭാഷ് ചേട്ടൻ പോയിക്കോളാൻ പറഞ്ഞു. ആ സമയം സുഭാഷിന് ഭയങ്കര വിഷമായി. സുഭാഷ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിധിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പിന്നീട് സുഭാഷ് കുറച്ച് പൈസ എടുത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇതെന്തിനാന്ന് ചോദിച്ചു. കയ്യിലിരിക്കട്ടെ, ഹോസ്റ്റലല്ലേ, ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. വേണ്ട, എൻ്റെ കയ്യിൽ പൈസ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഇത് വെച്ചോളനും പറഞ്ഞു ബഹളമായിട്ട് അങ്ങോട്ട് കൊടുത്തു. നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഒരു ചേട്ടൻ എങ്ങനെയാണ് ഒരു പെങ്ങളെ കൊണ്ട് ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടിട്ട് പോകുന്നത്, അതേ ഒരു വികാരപ്രകടനങ്ങളൊക്കെ ആയിരുന്നു സുഭാഷിൻ്റേത്. കാരണം സുഭാഷ് നല്ല സങ്കടം ഉണ്ടായിരുന്നു നിധി അവിടെ ആക്കിയിട്ട് പോകുന്നതിൽ. സുഭാഷ് പോകുന്ന സമയത്ത് നിധിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. ഈ സമയം സുഭാഷ് പറഞ്ഞു, അല്ല ഓക്കെ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോരെ, ഇനിയാണെങ്കിൽ സമയമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമില്ല, സുഭാഷ് ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ, നമ്മളെ ഇടയ്ക്ക് നീ അങ്ങോട്ടേക്ക് വരാതിരിക്കരുത്, ഹോസ്റ്റലാന്നും പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വന്നോളാം സുഭാഷ് ചേട്ടാ, അവിടെ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടി വരും, സുഭാഷ് ചേട്ടൻ ആ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് ഒടുവിൽ പോകുന്ന സമയത്ത് സുഭാഷ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. നിധി അവിടെ തന്നെ നിൽക്കുന്ന കണ്ടു. സുഭാഷും കൂടെ പോയി കഴിഞ്ഞപ്പോൾ നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. പാവം എത്ര സ്നേഹമുള്ളൊരു ഏട്ടനായിരുന്നു. തൻ്റെ സ്വന്തം ചേട്ടനെ പോലൊന്നും അല്ല. സുഭാഷ് ചേട്ടന് അത്ര നല്ല കെയറിങ് സ്നേഹമാണ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നിധിക്ക് സങ്കടം വന്നു. നിധി മുറിയിലേക്ക് പോരുകയും ചെയ്തു. കുറേ സമയം കഴിഞ്ഞിട്ടാണ് സുഭാഷ് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ബാക്കിയെല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നികേഷ് ഓടി വന്നിട്ട് ചോദിച്ചു, സുഭാഷ് ചേട്ടാ നിധി അടുത്ത് ഹോസ്റ്റലിൽ നിൽക്കുകയാണെന്ന് ചോദിച്ചു. അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പോയത്, എന്നാലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നിധി അടുത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ മേലായിരുന്നു സുഭാഷ് ചേട്ടാ, ഹോസ്റ്റലിൽ കൊണ്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പം സുഭാഷ് പറഞ്ഞു, എന്തിനാ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നേ? നമ്മുടെയൊക്കെ ആഗ്രഹം അവൾ ഇവിടെ നിൽക്കണം എന്നുള്ളത്, നമ്മൾ കാരണം അവൾ ഇത്രയും ദിവസം ഇവിടെ നിന്നത്, അല്ലാതെ അവൾക്ക് ഇവിടെ നിൽക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. ആ സമയം സുധീഷ് വന്നിട്ട് പറഞ്ഞു, സുഭാഷ് ചേട്ടാ സുഭാഷിന് എന്ത് പരിപാടിയാണ് കാണിച്ചേ, അവളെ ഇങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു പറഞ്ഞു. മിണ്ടരോ നീ ഒറ്റയൊരുത്തിനെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം, നാണമുണ്ടോടെ നിനക്ക്? സുഭാഷ് ചേട്ടാ അങ്ങനെ പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റിയത്. അബദ്ധം നീ എന്താന്നാ പറഞ്ഞ, നിന്റെ ഭാര്യയാന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? ഭാര്യ എന്തിയാടാ നിന്റെ? എടാ കുറച്ചൊക്കെ മനുഷ്യനൊരു നന്നായിട്ട് പെരുമാറാൻ പഠിക്കണം, നിനക്കതില്ലാന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യവും കാര്യങ്ങളും, പിന്നെ ആരോടാ എന്താ പറയണേ പ്രവർത്തിക്കുന്നതെന്നും അറിയത്തില്ല. ആ പെങ്കൊച്ച് ജീവനം കൊണ്ട് പോവുക ചെയ്തത്. അല്ല ഇവിടെ എങ്ങനെ ആ പെങ്കൊച്ച് കഴിയും? നിന്നെപ്പോലുള്ള ഒരുത്തിന് ഇവിടെ ഉള്ളപ്പം ആ പെങ്കൊച്ചിന് ഇവിടെ കഴിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതാ നിൻ്റെ സേഫ്റ്റി നോക്കണ്ടേന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഞാൻ അത്രയ്ക്ക് വൃത്തിയോട്ടവനാണോ? അങ്ങനെയല്ലെന്നാ കരുതിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇന്നലെ രാത്രി കൊണ്ട് നീ അത് തെളിയിച്ചു കൊടുത്തില്ലേന്ന് ചോദിച്ചു. ഞങ്ങളെ അല്ല, ആ പെങ്കൊച്ചിനെ. അത് കേട്ടുകഴിഞ്ഞ് സുധീഷിന് ഭയങ്കര ടെൻഷനായി. ആ സമയം നികേഷ് പറഞ്ഞു, മിണ്ടരുത് സുധീഷ് ചേട്ടൻ, എല്ലാത്തിനും കാരണം സുധീഷ് ചേട്ടനാന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നും വലിയ ആൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ നികേഷ് പറഞ്ഞ് ചീത്ത പറയണം. സുധീഷിനെ നാനാഭാഗത്തുനിന്നും കുറ്റപ്പെടുത്തുക. സുധീഷിന് സമനിലേറ്റുന്ന പോലെ തോന്നി. അങ്ങനെ രാത്രി കഴിഞ്ഞപ്പോൾ നിധി കിടക്കുവാണ്. നിധിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവിടെയാണെങ്കിൽ എല്ലാവരും കൂടെ കൂടിയിരുന്ന് സംസാരിച്ച് ചിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇടയ്ക്ക് ദിവ്യ ചോദിച്ചു, അല്ല ഇതെന്താ ഉറക്കം വരുന്നില്ലേ, ഉറങ്ങുന്നില്ലേന്ന് ചോദിച്ചു. എന്തോ വീട് മാറി കിടന്നുകൊണ്ടാന്ന് തോന്നി, എനിക്ക് ഉറക്കം വരുന്നില്ല, ദിവ്യ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നീട് നിധി അവിടുത്തെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. ആ സമയം സുഭാഷും നികേഷും ഒക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ സുഭാഷ് അങ്ങോട്ട് പതുക്കൊന്ന് മയങ്ങിപ്പോയി. അപ്പോഴേക്കും നികേഷ് വിളിക്കുകയാണ്. നികേഷ് വിളിച്ചിട്ട് ചോദിച്ചു, സുഭാഷ് ചേട്ടാ ഇനി നിധി അടുത്ത് വരത്തില്ലേന്ന് ചോദിച്ചു. എന്താടാ നിനക്ക് എന്നെ രാത്രി ഉറക്കം വന്നില്ലേ? നീ ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കണം, കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് എന്താണെന്നറിയില്ല, ഉറക്കം വരുന്നില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുക. അതേ നികേഷേ, വെറുതെ നീ ഓരോന്നൊക്കെ ആലോചിച്ച് വിട്ട് ടെൻഷൻ അടിക്കില്ല കേട്ടോ. പറഞ്ഞത് കേട്ടല്ലോ, അല്ലെങ്കിൽ തന്നെ നിനക്ക് ചെറിയ ടെൻഷനൊക്കെ അടിച്ചാൽ മതി, പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്തിനാ സുഭാഷ് ചേട്ടാ, എനിക്ക് ആ പഴയ ടെൻഷനാണ്. നിധിയടുത്തി ഉണ്ടെങ്കിൽ കോളേജ് വിട്ട് ഈ വീട്ടിലേക്ക് വരാൻ ഭയങ്കര സന്തോഷമാണ്. നിധിയടുത്തി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, എടാ അവൾക്ക് അവളുടേതായ ജീവിതമില്ലേ, അവൾ അവളുടേതായ ജീവിതം നോക്കട്ടെ, നമ്മൾ അതിൻ്റെ ഇടയ്ക്കിലേക്ക് തരേണ്ട കാര്യമുണ്ടോ? ഇത്രയും ദിവസം അവൾ ഇവിടെ നിന്നതുപോലും ഭാഗ്യമെന്ന് കരുതുന്നവനാണ് ഞാൻ. കാരണം ഈ വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യം അല്ലെന്നറിയാലോ.
അപ്പോൾ പിന്നെ അവൾ എവിടെ പോയിരുന്നാലും അവൾ നിന്നോളും, അവൾക്കതിന് പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു. ഇതേസമയം നിധിയുടെ മനസ്സിലും പല പല ചിന്തകളൊക്കെ ആയിരുന്നു. താൻ പറയേണ്ടിയിരുന്നോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. അവരെക്കുറിച്ചുള്ള ഓർമ്മകളും മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോൾ അലാറം അടിച്ച് കഴിഞ്ഞപ്പോൾ നിധി കണ്ണൂർന്ന് നോക്കുകയാണ്. അപ്പോഴേക്കും നിധിക്ക് സുഭാഷിൻ്റെ വീട്ടിലെ ഓർമ്മകൾ വരുവാണ്. രാവിലെ എഴുന്നേറ്റ് പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേനും സുഭാഷിനോട് ചായ കൊണ്ടുത്തരും, നല്ല സൂപ്പർ ചായ. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ ദിവസം നല്ല ഉന്മേഷമാണ്. പക്ഷേ ഇവിടെ അതില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വന്ന് താഴെ പോയി ചായ എടുക്കുകയാണ്. ചായ എടുത്ത് ഇച്ചിരി കുടിച്ച് കഴിയുമ്പോഴത്തേനും സഹിക്കാൻ പറ്റില്ല, വല്ലാത്തൊരു വൃത്തിയുടെ ടേസ്റ്റ്. അവിടെ നല്ല വൃത്തിക്കാണ് ചായ ഉണ്ടാക്കുന്നത്. പക്ഷേ ഹോസ്റ്റലിലെ ഫുഡെന്ന് പറഞ്ഞാൽ ഇത്തിരി മോശമാണെന്നുള്ള കാര്യം ദിവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് മോശമാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായ കുടിക്കാൻ പോലും തോന്നില്ല നിധിക്ക്. പിന്നീട് നിധി അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ആലോചിച്ച്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ആ സമയത്ത് സുധീഷ് രാവിലെ എഴുന്നേറ്റ് സുഭാഷിൻ്റെ അടുത്തേന്ന് സുഭാഷിനോട് സംസാരിക്കുകയാണ്. സുഭാഷ് ചേട്ടാ, എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാ, അവളില്ലാതെ എങ്ങനെ ഇവിടെ കണ്ടില്ലേ, ഈ വീട്ടിലെല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിലാന്നൊക്കെ പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, മിണ്ടരുത് നീയ, അവളിനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നൊന്നുമില്ല, അവളവിടെ നിന്നോട്ടെ, സ്വസ്ഥത സമാധാനത്തോടും കൂടി ആ പെങ്കൊച്ചോട് നിന്നോട്ടെ, വെറുതെ എന്തിനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നേ, ആ പാവത്തിനെ വേദനിപ്പിക്കാൻ ഞാൻ ആളല്ലെന്നൊക്കെ സുഭാഷും പറഞ്ഞു. സുധീഷിന് ഭയങ്കര ടെൻഷനായി. ഈ സമയത്ത് നിധി മുറിയിലിരിക്കുന്ന സമയത്താണ് നിധി ആ കാഴ്ച കാണുന്നത്. ജെല്ലിൽ കൂടെ താഴേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ അവിടെ നിന്ന് നിൽക്കുന്നു, ഗേറ്റിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നു. അച്ഛനാണല്ലോ, അച്ഛൻ എന്താ രാവിലെ, സാധാരണഗതിയിൽ ഇത്രയും രാവിലെ ഒന്നും എഴുന്നേൽക്കുന്നതല്ല ഭാസ്കരന്, പിന്നെ ഇത് എന്ത് പറ്റി? പെട്ടെന്ന് തന്നെ നിധി പുറത്തേക്ക് ഇറങ്ങി, ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി ചെല്ലുവാണ്. അപ്പോഴേക്കും ഭാസ്കരൻ ചോദിച്ചു, മോൾ എഴുന്നേറ്റായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അല്ല, അച്ഛനെന്താ നേരത്തെ, സാധാരണഗതിയിൽ അച്ഛൻ ഈ സമയമൊന്നും കാണുന്നതല്ലോ എന്ന് പറഞ്ഞു. അതോ, എനിക്ക് മോളെ ഒന്ന് കാണണം, ഇത്തിരി സംസാരിക്കണം എന്നൊക്കെ തോന്നി, അതുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. എന്താ അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെ, സുധീഷ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, മോളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാൻ കാരണമാണ് അവൻ മോളോട് അങ്ങനെയൊക്കെ ചെയ്തത്. ഞാനാണ് അവനോട് ഓരോന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ഭാര്യ എന്നൊരു പരിഗണന പോലും അവൾക്ക് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ പാട് നോക്കി പോകുന്നൊക്കെ. പക്ഷെ എനിക്ക് അറിവുണ്ടായിരുന്നില്ല മോളെ ഇങ്ങനെ പ്രശ്നമാണെന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, എത്രയ്ക്കാന്ന് അറിഞ്ഞു അച്ഛന് ഈ കാണിച്ച മോശമായി പോയെന്ന് പറഞ്ഞു. ഇനി എന്തായാലും സുധീഷിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പോകാനായിട്ട് പോകുന്നില്ല, കാരണം അച്ഛൻ അറിയാലോ സത്യങ്ങളൊക്കെ, അതുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞു. മോളങ്ങനെ പറയരുത്, മോൾ ആ വീട്ടിലേക്ക് തിരികെ വരണം, എല്ലാവരും ആ വീട്ടിൽ ആകെപ്പാടെ വല്ലാത്തൊരു വിഷമത്തില്ല എന്നൊക്കെ പറഞ്ഞു. നിധി പറഞ്ഞു, ഇല്ലച്ച, ഞാൻ എന്തിനാ വരുന്നേ, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, മോളെ, ജീവിതം ഒന്നേ ഉള്ളൂ, അറിയാലോ, പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകും, അതാണ് ജീവിതം എന്ന് പറയണേ. അല്ലാതെ എപ്പോഴും നമുക്ക് സന്തോഷം മാത്രമാണെങ്കിൽ അതിനകത്ത് എന്തോ ഒരു കഥ ഇരിക്കുന്നത്, ഇടയ്ക്ക് സങ്കടങ്ങൾ വേണം, എങ്കിലല്ലേ അത് ബാലൻസായി പോകത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, കാര്യമൊക്കെ അച്ഛൻ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ എങ്കിൽ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല അച്ഛാ. സുധീഷ് ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പിന്നെ അവൻ്റെ സ്വഭാവം അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. ഇവിടെയാണ് ഞാൻ സേഫാ, എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഭാസ്കരനെ കുറേ സംസാരിച്ച് നോക്കി, പക്ഷേ സമ്മതിച്ചില്ല നിധി. ഭാസ്കരൻ ഒടുവിൽ തോറ്റ് പിന്മാറുവാണ്. ഈ സമയത്ത് സുധീഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സുധീഷ് കുറേ മെസ്സേജ് വീണ്ടും അയക്കുന്നുണ്ട് സോറി എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ സോറി ഒന്നും അംഗീകരിക്കാനായിട്ട് നിധി ഒട്ട് കൂട്ടാക്കിയതുമില്ല. കാരണം നിധിക്കറിയാം സോറി അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ താൻ ആ വീട്ടിലേക്ക് തിരികെ പോകേണ്ട വരുമെന്ന്. അപ്പോൾ അതിൻ്റെ തലക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.